പലപ്പോഴും നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന അല്ലെങ്കിൽ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലേ? അതേപോലെ നമ്മൾ തടി കുറയ്ക്കുന്ന സമയത്ത് വളരെ നിസ്സാരമായിട്ടും അല്ലെങ്കിൽ ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന ഒരു ആറ്റിറ്റ്യൂഡിലുള്ള നമ്മൾ തള്ളിക്കളയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. പക്ഷേ അവ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും. അങ്ങനെയുള്ള ഒരു നിസ്സാരപ്പെട്ട ഒരു കാര്യം, എന്നാൽ അത് നമ്മളിൽ തടി കൂട്ടാൻ മാത്രം അല്ലെങ്കിൽ നമ്മളെ തടി കൂട്ടുന്നതിന് ഒരു മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു ചെറിയൊരു കാര്യത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയൊരു മിസ്റ്റേക്കിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് അറിയാനായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പലർക്കും ഉള്ള ഒരു ഭാവമാണെന്ന് തന്നെ പറയാം. അല്ലെ, എനിക്കെല്ലാം അറിയാം, അല്ലെങ്കിൽ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ, ഇതൊക്കെ ചെയ്ത റിസൾട്ട് കിട്ടുമോ, അല്ലെങ്കിൽ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇതാണോ നിങ്ങൾ വീഡിയോ ആയിട്ട് ഇടുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിലൂടെയും പല വീഡിയോസിനും അല്ലെങ്കിൽ പലരുടെ വീഡിയോസിനും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളൊരു കമൻറ്റ് ചെയ്യാൻ എളുപ്പമാണ് അല്ലേ, പക്ഷേ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ പറയുന്ന ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് ചെയ്ത് പ്രാബല്യത്തിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത് കുറച്ച് മെനക്കേട്ടുള്ള കാര്യവും അല്ലെങ്കിൽ കുറച്ച് പാട് പിടിച്ച കാര്യമായിരിക്കും. ഒരു നിസ്സാരം കാര്യം നമ്മളെപ്പോഴും, ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിന് പറയുവാണ്, നമ്മൾ എപ്പോഴും വീഡിയോസിൽ പറയാറുണ്ട്, നിങ്ങൾ വെള്ളം നന്നായിട്ട് കുടിക്കണം, അല്ലെങ്കിൽ 7 മണിക്കൂർ തൊട്ട് 8 മണിക്കൂർ വരെ ഉറങ്ങണം, തടി കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ടിപ്പാണെന്നൊക്കെ. പക്ഷേ എത്ര പേര് അത് കറക്റ്റ് ആയിട്ട് ചെയ്യാറുണ്ട്? അല്ലെങ്കിൽ നമ്മൾ പറയും, വെള്ളം കുടിക്കുന്നതൊക്കെ അത്ര വലിയ കാര്യമാണോ എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. പക്ഷേ അത് ചെയ്ത് അതിൽ റിസൾട്ട് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. പക്ഷേ അപ്പം ചെയ്യാത്തവരാണ് നമ്മളെ ഈ വിമർശിക്കാനും നെഗറ്റീവ് കമൻറ്റ്സ് അടിക്കാനും വരുന്നത്. നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നുമല്ല നമ്മുടെ ഇന്നത്തെ വിഷയം. എന്നാലും ഞാൻ പറഞ്ഞു വന്നത് അതാണ്, നമ്മൾ ഏത് കാര്യവും ചെറുതാണ് അല്ലെങ്കിൽ ഇതൊക്കെ നിസ്സാരമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. അത് ഏത് കാര്യമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യമാക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടത്തിയെടുത്ത് അതിൽ റിസൾട്ട് കണ്ടെത്തുക എന്നതാണ് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മളെപ്പോഴും വിട്ടുകളയുന്നതുമായിട്ടുള്ള ഒരു ചെറിയ കാര്യമാണ് നമ്മൾ രാത്രിയിൽ ഭക്ഷണം കഴിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ നമ്മൾ രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്ന രീതി. ആ ഒരു രീതിയാണ് നമ്മളിൽ ഭൂരിഭാഗം പേർക്കും തടി കൂട്ടാനായിട്ട് കാരണമാകുന്നത്. നമ്മളെപ്പോഴും എല്ലാ വീഡിയോസിലും അല്ലെങ്കിൽ എല്ലാ ഡയറ്റിംഗ് വീഡിയോസിലും അല്ലെങ്കിൽ ഡയറ്റിംഗ് വീഡിയോസിലും എല്ലാ ചാനൽസിലും നോക്കിയാൽ നിങ്ങൾക്കറിയാം, അതിനകത്ത് എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യമാണ്, നിങ്ങൾ ഒരിക്കലും മീൽസ് സ്കിപ്പ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം. അതായത് മീൽസ് സ്കിപ്പ് ചെയ്യരുത്. അപ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എടുത്ത് ഊന്നി പറയുന്ന ഒരു കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുതെന്ന് പറയുന്നത്? കാര്യം നമ്മൾ ഒരു ദിവസത്തെ ഫുൾ ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തെ എല്ലാ കാര്യങ്ങളും നമ്മളെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബോഡീനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നമ്മുടെ ബോഡീനെ അതിലേക്കുള്ള എനർജി കൊടുക്കുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റാണ്. രാവിലെ എഴുന്നേറ്റ് നമ്മൾ രാത്രിയിൽ ഉറങ്ങിയ ശേഷം ഏകദേശം ഒരു 10-12 മണിക്കൂർ നമ്മുടെ ബോഡി ഒരു ഫുഡും കഴിക്കുന്നില്ല, ഒരു ആക്ടിവിറ്റിയിലും ഏർപ്പെടുന്നില്ല. അതിനുശേഷം നമ്മൾ എടുക്കുന്ന ആദ്യത്തെ മീലാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മീലെന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക്, നമ്മുടെ ഹെൽത്തിന്, നമ്മുടെ ബോഡിക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും കിട്ടേണ്ട അല്ല ഹെവി ആയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡായിരിക്കണം. ആ ഒരു മീൽസ് സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി മീൽസ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബോഡിക്ക് അതിൻ്റേതായ പോരായ്മകളും പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ടാണ് നിസ്സാരപ്പെട്ട കാര്യമാണെന്ന് നിങ്ങളിൽ പലരും വിചാരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുതെന്ന് പറയുന്നത്. ഇതൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഒരു നേരം നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത നേരം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും ഇരട്ടിയായിരിക്കും നമ്മൾ കഴിക്കുന്നത്. ഇപ്പം ഡയറ്റീഷ്യൻസ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണ്? 2 മണിക്കൂർ ഇടവേളയിൽ എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഡയറ്റീഷ്യൻസ് വരെ പറയുന്നത്. ആ സ്ഥിതിക്ക് നമ്മളൊരു മീൽസ് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യുകയാണെങ്കിലോ? അതേപോലെ തന്നെ നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു മീൽസാണ് രാത്രിയിലത്തെ മീൽസ് അല്ലെങ്കിൽ അത്താഴം എന്ന് പറയുന്നത്. മിക്കവരുടെയും ഒരു വിചാരം രാത്രിയിലൊന്നും കഴിക്കാതിരുന്നാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. പണ്ടുള്ള അമ്മമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ പറയുന്നത് കേൾക്കാം, രാത്രിയിൽ ഒരു നേരം ആഹാരം കഴിക്കാതിരിക്കാൻ ഒരു പ്രാവിൻ്റെ തൂക്കമാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയുന്നുള്ളത്. അതായത് ഒരിക്കലും ആഹാരം കഴിക്കാതിരിക്കരുതെന്നാണ് അതിൻ്റെ അർത്ഥം. ഞാനൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് രാവിലത്തിലേക്ക് ആഹാരം കഴിക്കാൻ ഇറക്കുമ്പോൾ എല്ലാം വെല്ലുമിച്ചൊക്കെ എപ്പോഴും എന്നോട് പറയാറുണ്ടായിരുന്ന ഒരു വാചകമാണത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ഡിന്നറാകട്ടെ ലഞ്ചാകട്ടെ ഒരു മീൽസും നിങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മളെല്ലാ മീൽസും കറക്റ്റ് രീതിയിൽ കറക്റ്റ് ടൈമിങ്ങിൽ നമ്മൾ കഴിക്കണം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്
അത്താഴത്തിൻ്റെ കാര്യമാണ്. ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ വീഡിയോസിലും മെൻഷൻ ചെയ്യാറുള്ള ഒരു കാര്യമാണ് രാത്രിയിലത്തെ നൈറ്റ് ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് എപ്പോഴും ലൈറ്റായിരിക്കണം. ലൈറ്റായിട്ടുള്ള ഫുഡ്, ഒരുപാട് ഹെവി ആയിട്ടുള്ള ഫുഡ് രാത്രിയിൽ നമ്മൾ കഴിക്കാനേ പാടില്ല. കാര്യം അത് ഡൈജസ്റ്റ് ആവാൻ ഒരുപാട് സമയമെടുക്കും. പോരാതെ ഞാൻ നേരത്തെ പരാമർശിച്ചതുപോലെ നമ്മൾ രാത്രിയിൽ ഫുഡ് കഴിച്ച ശേഷം നമ്മൾ നേരെ ഉറങ്ങാനാണ് പോകുന്നത്. വേറെ ഒരു ആക്ടിവിറ്റീസിലും നമ്മൾ ഇൻവോൾവ് ആവുന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഈ കഴിക്കുന്ന ഭക്ഷണമെല്ലാം നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഫാറ്റായിട്ട് നമ്മുടെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ആവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും നിങ്ങൾ അത്താഴം കഴിക്കുമ്പം 8 മണിക്ക് ശേഷം നിങ്ങൾ ആഹാരം കഴിക്കരുത്, അല്ലെങ്കിൽ മിനിമം ഒരു 7 മണിയാകുമ്പം നിങ്ങൾ ഫുഡ് ക്ലോസ് ചെയ്യുക എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു 2-3 മണിക്കൂറിന് ശേഷം മാത്രമേ നമ്മൾ ഉറങ്ങാനായിട്ട് പോകത്തുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് എടുക്കുമ്പോൾ ഒന്നെങ്കിൽ എഴുന്നേക്കോ ഇരിക്കുകയോ നടക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫുഡ് കുറച്ചൊക്കെ നമ്മളിലൊക്കെ ഒരു മാറ്റം വരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ രാത്രിയിലെ ഭക്ഷണത്തിന് ശേഷം മിനിമം ഒരു 7 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ മാക്സിമം 8 മണിക്ക് മുമ്പ് നിങ്ങൾ ആഹാരം കഴിക്കാനായിട്ട് ശ്രമിച്ച ശേഷം നിങ്ങൾ ആഹാരം കഴിച്ചോണ്ടേ എവിടെയെങ്കിലും പോയി ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാതെ ഒരു 10 മിനിറ്റ് നമ്മുടെ മുറിക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ വീടിനുള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ട് ശ്രമിക്കുക. നടന്നുകൊണ്ട് ഫോൺ വിളിക്കുക, അല്ലെങ്കിൽ നടന്നുകൊണ്ട് ഫോൺ നോക്കുക, അല്ലെങ്കിൽ TV കാണുക, ഇതെല്ലാം ചെയ്യുക. ഇതൊന്നും നിസ്സാരപ്പെട്ട കാര്യങ്ങളല്ല. നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ്സ് മനസ്സിലാവുന്നതായിരിക്കും. ഇനി നേരത്തെ ഫുഡ് കഴിച്ചാൽ തടി കൂടുന്നത് തടസ്സപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരു 7 മണി ആ സമയത്ത് നിങ്ങൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തടി വെക്കുന്ന അല്ലെങ്കിൽ ആ ഫാറ്റ് അടിഞ്ഞു കൂടുന്ന ആ ഒരു പ്രോസസ്സ് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഒരേ ആഹാരം 7 മണിക്കും രാത്രി 10 മണിക്കും കഴിക്കുന്നതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മളൊരു ചപ്പാത്തി രാത്രി 7 മണി ആ ഒരു സമയത്ത് കഴിക്കുന്നതും ഒരു 10 മണിക്ക് ശേഷം നമ്മൾ കഴിക്കുന്നതും 10 മണിയോടെ കഴിക്കുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമാണ് ഉള്ളത്. അപ്പം രാത്രി 8 മണിക്ക് ശേഷം എപ്പോഴും എന്തെങ്കിലും സാലഡ്സോ ഫ്രൂട്ട്സോ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതായത് ഒരുപാട് ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കഴിക്കാനായിട്ട് പാടില്ല എന്ന് ചുരുക്കം. നിങ്ങൾക്ക് വിശക്കാണ്, നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു വെയിറ്റ് ലോസ് ചലഞ്ചസിലൊക്കെ ആണെങ്കിലും പറയാറുണ്ട്, രാത്രിയിലത്തെ മീൽസിന് ശേഷം നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വിശക്കാണെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാൻ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാല് കുടിക്കാമെന്നും നമ്മൾ പറയാറുണ്ട്. അതാണ് പറയുന്നത്, ഒരിക്കലും ഹെവി ആയിട്ടുള്ള ഫുഡ്സോ ഒന്നും, ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് നിങ്ങൾ കഴിക്കാനായിട്ട് പാടില്ല. ഞാൻ പറഞ്ഞ പോലെ 8 മണിക്ക് ശേഷം നിങ്ങൾ ഹെവി ആയിട്ടുള്ള ഫുഡ് ഒരിക്കലും കഴിക്കാനായിട്ട് പാടില്ല. കഴിക്കുകയാണെങ്കിൽ വിശക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സാലഡ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുമ്പം സിട്രസ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള ഓറഞ്ച് അതെല്ലാം ഒഴിവാക്കാനായിട്ടും ശ്രമിക്കുക. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. എന്താണ്, രാത്രിയിൽ നമ്മൾ 8 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാൻ തന്നെ പാടില്ല. കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ സാലഡ്സോ മാത്രം കഴിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് പാല് കുടിക്കാം. അതിന് മുമ്പ് 7 മണിക്ക് മുമ്പ് നിങ്ങൾ ആഹാരം കറക്റ്റായിട്ട് ക്ലോസ് ചെയ്യുക. 10 മണിക്ക് ശേഷമോ അല്ലെങ്കിൽ 10 മണിക്ക് മുമ്പ് ആ നേരത്തൊന്നും നിങ്ങൾ ആഹാരം കഴിക്കാനായിട്ട് പാടില്ല. പിന്നെ എപ്പോഴും നമ്മൾ രാത്രിയിലത്തെ ഫുഡ് ലൈറ്റ് ആയിരിക്കണം, ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡായിരിക്കണം, പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന ഫുഡായിരിക്കണം. ഒരുപാട് സമയം എടുത്ത്, അതായത് ചോറ് അങ്ങനെയൊക്കെ കഴിവും ഒഴിവാക്കുക എന്നാണ് അതിൻ്റെ ചുരുക്കം. ഓക്കെ, അതുപോലെ കാലറീസ് കുറഞ്ഞ ഫുഡ്സും കാർബ്സ് കുറഞ്ഞ ഫുഡ്സും ഒക്കെ നിങ്ങൾ രാത്രിയിൽ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വലിയ പരിധി വരെ തടി കൂട്ടുന്ന ആ ഒരു പ്രവണത ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളൊരു 7 മണി 8 മണിക്ക് സമയത്ത് ചോറുണ്ണുന്നവരാണെങ്കിൽ അതൊന്ന് മാറ്റി ഒരു ലൈറ്റ് ഫുഡ് നിങ്ങൾ കഴിച്ച് നോക്കുമ്പോൾ തന്നെ ഒരു 3-4-5 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഒരു മാറ്റം കണ്ടറിയാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ടൈമിങ് ഒരു 7 മണിക്ക് മുമ്പേ അല്ലെങ്കിൽ മാക്സിമം 8 മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ ഫുഡ് ക്ലോസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ശീലിച്ചുകൊണ്ട് വന്നാൽ ഒരു ശീലം തന്നെയാണ് നമ്മൾ മാറ്റിയെടുക്കുന്നത്. അത് എന്താണ് പറയുന്നത്, ഒരു ബാഡ് ഹാബിറ്റ് എന്ന് പറയുന്നില്ല, ഒരു നല്ല ശീലം, ഒരു ഗുഡ് ഹാബിറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു സെൻസിൽ മാത്രം നിങ്ങളത് കണ്ടാൽ മതി. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ആഹാരങ്ങളും കഴിക്കുന്നതിന് മുമ്പും, അത് എപ്പോഴും ആയിക്കോട്ടെ, എല്ലാ ആഹാരങ്ങളും കഴിക്കുന്നതിന് മുമ്പും 2 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഓവർ ഈറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഒരു മാർഗ്ഗം കൂടിയാണ് വെള്ളം കുടിക്കുന്നത്. അപ്പോൾ ഈ 2 ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിക്കുമ്പം എപ്പോഴും ചൂടുവെള്ളം കുടിക്കുകയാണെങ്കിൽ വളരെയധികം ബെനിഫിറ്റ്സ് ആയിരിക്കും. നമ്മുടെ എക്സ്ട്രാ ഫാറ്റും അതുപോലെ തന്നെ കാലറീസും ഒക്കെ ബേൺ ചെയ്ത് കളയാനായിട്ടുള്ള ഒരു കഴിവും നമ്മൾ ഈ ചൂടുവെള്ളം കുടിക്കുമ്പോൾ ഉണ്ട്. അപ്പോൾ ചൂടുവെള്ളം കുടിച്ചിട്ട് മാത്രം തടി കുറയ്ക്കാനായിട്ടുള്ള ഒരു വീഡിയോയും നമ്മൾ ചാനലിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരും കണ്ടു നോക്കുക. ഹോട്ട് വാട്ടർ തെറാപ്പിയാണത്. അപ്പോൾ നിങ്ങൾ സാധാരണ ഡയറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഹോട്ട് വാട്ടർ തെറാപ്പി മെത്തേഡും കൂടെ നിങ്ങൾ ഒന്നിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡബിൾ ബെനിഫിറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഇവ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അല്ലെങ്കിൽ വ്യത്യാസം അല്ലെങ്കിൽ നമുക്ക് തരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് വളരെയധികം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ശീലം നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് മാറ്റിയെടുക്കുക.
നല്ലൊരു ഹാബിറ്റ്, ഹെൽത്തി ഹാബിറ്റ് നിങ്ങൾ കൊണ്ടുവരിക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് കാശ് ചിലവൊന്നും ഇല്ലാതെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ എക്സസൈസും ഡയറ്റും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും തടി കുറയ്ക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ടിപ്സ് നമ്മൾ എന്താണ് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് പറ്റുന്ന ഒരു ടിപ്പ് കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതിലുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പം നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം. അതുവരെ ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ.